ഹലോ എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ആവശ്യമുള്ളത് എംബ്രോയിഡറി ത്രെഡ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പിളി നൂല് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എംബ്രോയിഡറി ത്രെഡ് ആണ് യൂസ് ചെയ്യണത്. ഈ എംബ്രോയിഡറി ത്രെഡ് നമ്മളുടെ ഈ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ഫെദറിൻ്റെ വീതിയും നീളമൊക്കെ അനുസരിച്ച് വേണം എത്ര പ്രാവശ്യം നമ്മൾ ചുറ്റി കൊടുക്കണം എന്നുള്ളതും അതുപോലെ തന്നെ എത്ര വിരലുകളുടെ ചുറ്റും നമ്മൾ ചുറ്റി കൊടുക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ. ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഫെദറാണ് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ഞാൻ 4 വിരൽ യൂസ് ചെയ്തിട്ടാണ് ചുറ്റി കൊടുക്കുന്നത്. അതുപോലെ 30 പ്രാവശ്യം ഇത് ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറ് മാത്രം യൂസ് ചെയ്തിട്ടല്ല ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇതിൻ്റെ ഈ മടങ്ങിയിരിക്കുന്ന ഭാഗമില്ലേ, മുകളിലും താഴെയും, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ള ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഞാൻ 2 കളറും കൂടി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ത്രെഡാണ്. ഇതിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ കുറച്ച് 3 കളറിലുള്ള ത്രെഡുകൾ, ആ ത്രെഡിലെ ഏതെങ്കിലും ഒരു കളർ ത്രെഡാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ഇതിങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ ഏകദേശം ഒരു നടുക്കിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ത്രെഡുകൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ, പക്ഷെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറിയിരിക്കാനും പാടില്ല, ആ രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തി വെച്ചിട്ട് നമ്മൾ ഈ ഒരു വൈറ്റ് ത്രെഡിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാക്കി കളറിലുള്ള ത്രെഡുകളും ഈ രീതിയിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ എല്ലാ കളറ് നൂലുകളും ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഗ്ലൂ ആണ്. ഗ്ലൂ ഈ കാണുന്ന രീതിയിൽ നടുക്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ഈ ത്രെഡിൽ വൈറ്റ് ത്രെഡ് നീളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വിരൽ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഈ സൈഡിൽ ഒട്ടിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഈ നൂലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ സൈഡിലും കൂടി നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ അത്യാവശ്യം ഗ്ലൂ ഇതുപോലെ നടുഭാഗത്തായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഈ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുക. ഞാനിത് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് പിന്നെ എടുക്കണത് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. എല്ലാ ത്രെഡുകളും ഇങ്ങനെ ഒട്ടി പിടിച്ച് ചേർന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ നടുക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത കാരണം ഒന്ന് സ്റ്റിഫായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് നടുഭാഗം താഴേക്കാക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കോമ്പ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ചീകി കൊടുക്കുക. താഴേക്കായിട്ട് വേണം ചീകി കൊടുക്കാനായിട്ട്. അതിനുശേഷം ചുറ്റും നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ആ ഒരു ഫെദറിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഫെദർ ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വിരൽ യൂസ് ചെയ്ത് ചുറ്റാം, അതുപോലെ 3 വിരൽ യൂസ് ചെയ്ത് ചുറ്റാം. പിന്നെ ഒരേ കളർ യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പല പല കളർ കോമ്പിനേഷനിലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോവാണ്. വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക്